ഹായ്, എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അവച്ചരിയും മുട്ടയും വെച്ചിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ്. ഈവനിങ് സ്നാക്കായിട്ടും അതുപോലെ തന്നെ നൈറ്റ് ഫുഡൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ചിക്കൻ കറിയുടെ കൂടെയും ബീഫ് കറിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ് കേട്ടോ. ഡിന്നറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. ഇത് നമുക്ക് സ്വീറ്റായിട്ടും അതുപോലെ കറിയുടെ കൂടെ കഴിക്കുന്ന രീതിയിലുണ്ടാക്കാം. ഞാനിപ്പോൾ ഇവിടെ കറിയുടെ കൂടെ കഴിക്കുന്ന രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിന് എന്താ പറയുക, ഒരു മിക്സിയിലെ ജാറെടുത്ത് വെച്ച് അതിലേക്ക് ഒരു 2 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഒരു 2 കപ്പ് കുതിർത്ത് വെച്ച പച്ചരി ഞാനിതിലിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു 1/4 കപ്പ് ചോറാണ്. പിന്നെ ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് തേങ്ങ ഒരു 1/2 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ എന്തായാലും 2 തവണയായിട്ട് ഞാൻ അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളെന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതാ ഇപ്പോൾ ഇവിടെ ഞാൻ ഫൈനായിട്ട് ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇതാ ബൗളിലേക്ക് മാറ്റിയിട്ട് നന്നായി ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് നോക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഒക്കെ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് സ്വീറ്റ് സ്നാക്കാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര കൂടി ചേർത്തിട്ട് നമ്മളിത് മിക്സ് ചെയ്ത് അടിച്ചെടുക്കുകയാണെങ്കിൽ സ്വീറ്റ് ആയിട്ടുള്ള നല്ല സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കലാണ്. അപ്പോൾ നമ്മളിതാ ഇതുപോലെ വെളിച്ചെണ്ണ ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ഫ്രണ്ട്സുകൾക്കും റിലേറ്റീവ്സുകൾക്കും ഒക്കെ അയച്ചു കൊടുത്തിട്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാനൊന്ന് ചെയ്യണേ. അപ്പോൾ ഇതാ നമ്മൾ ചീനച്ചട്ടിയിൽ ഇതുപോലെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് മാവ് എടുത്തൊഴിച്ച് ഇതുപോലെ കണ്ട നല്ലൊരു ഇതുപോലെ ഇങ്ങനെ നന്നായി പൊങ്ങി വരുന്നുണ്ട്. അത് നല്ല ഒരു സോഫ്റ്റ് സ്നാക്കാണിത്. കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് പറയണേ. പിന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഒരു എന്താ പറയുക സപ്പോർട്ടാണ് നമ്മൾ വീഡിയോ ഇടാൻ വീണ്ടും നമുക്കൊരു ഇൻസ്പിറേഷൻ. അപ്പോൾ ഇതാ ഞാൻ 2 കപ്പ് അരി കൊണ്ട് നമുക്ക് ഇത്രയും സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നേ. നമുക്കൊരു ഫാമിലിയിലൊക്കെ ഇഷ്ടം പോലെ കഴിക്കാനുള്ള സ്നാക്ക് ഉണ്ട് ഇത്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിനാശംസിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബായ്. ഇനി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.